കൂട്ടുകാർക്കും മഞ്ഞുവാതി ക്യൂട്ടുവേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സദ്യയിലെ മുഖ്യ വിഭവമായ പരിപ്പ് കറിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സദ്യയിൽ ചൂട് കുത്തരിച്ചോറിൽ പരിപ്പ് കറി ഒഴിച്ച് അതിന്റെ മുകളിലായി നെയ്യ് ഒഴിച്ച് പപ്പടവും കൂട്ടി കഴിക്കുന്നത് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. പ്രോട്ടീന്റെ നല്ലൊരു സ്രോതസ്സാണ് പരിപ്പ്. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ആവശ്യം വേണ്ടുന്ന പോഷകങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ പരിപ്പ് പതിവാക്കിയാലും അതിൽ തെറ്റൊന്നും കാണാനില്ല. എന്നാൽ പ്രോട്ടീന്റെ കലവറയാണെന്നും പറഞ്ഞ് പരിപ്പും ചോറും മാത്രം പതിവാക്കിയാലും അത് ആരോഗ്യത്തിന് നല്ലതല്ല. പരിപ്പ് പ്രോട്ടീന്റെ മുഖ്യ സ്രോതസ് തന്നെയാണ്. എന്നാൽ അതിനെ മാത്രം ആശ്രയിക്കുമ്പോൾ പോഷകങ്ങൾ അപൂർണമാകുന്നു. മുതിർന്ന ഒരാൾ ദിവസത്തിൽ 45 മുതൽ 65 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രോട്ടീൻ ശരീരത്തിലെത്താൻ പരിപ്പിനെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരിപ്പിനൊപ്പം സോയ നട്ട്സ്, വിവിധയിനം സീഡ്സ്, വെള്ളക്കടല തുടങ്ങി പ്രോട്ടീന്റെ സ്രോതസ്സായ മറ്റ് ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. പരിപ്പിൽ ആവശ്യമായ വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വിഭവമാണ് പരിപ്പ്. കേരളത്തിലെ ആഘോഷവേളകളിലെ എല്ലാ സദ്യകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പരിപ്പ് കറി. ഈ ഓണം ഐശ്വര്യപൂർണവും ആരോഗ്യകരവുമാക്കാൻ നമുക്കും പരിപ്പ് കറി തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.